മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മൾ KSRTC ബജറ്റ് ടൂറിസം സെൽ കണ്ണൂരിൻ്റെ വാഹനത്തിൽ ആറന്മുള വള്ളസദ്യയുമായി ബന്ധപ്പെട്ടുള്ള യാത്ര തുടരുകയാണ്. നമ്മൾ രാവിലെ മുതൽ യാത്ര ഇന്നത്തേത് തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ തിരുവനന്തപുരമായിരുന്നു കഴിഞ്ഞ 3ാമത്തെ എപ്പിസോഡ് നിർത്തിയത്. ഇവിടുന്ന് 4ാമത്തെ എപ്പിസോഡ് തുടങ്ങുകയാണ്. അത് തൃക്കൊടിത്താനത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഇനി നമ്മൾ തൃക്കൊടിത്താനം ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാവരും ഉഷാറായി. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുവാനും സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും പ്രോത്സാഹിപ്പിക്കാനും അഭ്യർത്ഥിക്കുകയാണ്. നല്ല നല്ല വീഡിയോകൾ ഇനിയും പിറകെ വരുന്നുണ്ട്. അടുത്ത യാത്ര നമ്മൾ വീണ്ടും തയ്യാറായി കഴിഞ്ഞു യാത്രയ്ക്ക്. ഞാൻ ശാന്ത സുരേഷ്, കണ്ണൂർ ചൊവ്വേന്ന് വരുന്നു. KSRTCയുടെ സ്ഥിരം യാത്രികയാണ്. ഇപ്പോൾ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനായിട്ട് വന്നതിൽ ഭയങ്കര ഇഷ്ടമായി. ഇനിയും യാത്ര ഉണ്ടെങ്കിൽ ഞങ്ങൾ KSRTCൻ്റെ ഇതിൽ തന്നെ വരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ NSSൻ്റെ ഹോട്ടലിലാണ് കയറിയിരുന്നത്. നല്ല ഫുഡായിരുന്നു. ഇനി ഞങ്ങൾ ആറന്മുള വള്ളസദ്യക്ക് പോവുകയാണ്. ഞങ്ങൾ 40 പേര് ഒന്നിച്ച് കണ്ണൂരിൽ നിന്ന് വന്നതാണ്. ഇന്നലെ പുറപ്പെട്ടു. ഇന്ന് രാത്രിക്ക് തിരിച്ചു പോകും. നാളെ രാവിലെയാണ് അവിടെ എത്തുക. ഇനിയും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. മഴയൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് നനഞ്ഞോണ്ടൊക്കെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. കർത്തവ്യം കുരുക്ഷമി ജാനകി മാർഗണ ജാനകി മാർഗണാർത്ഥം നിയോഗിക്കമി വനരേ നാനാദിശി രാമവാൻ മൈന്ദൻ വിഭീതനും പുങ്കൻ നടൻ ശരവൻ സുഷേണനും ബാധാത്മജൻ ശ്രീ ഹനുമാനുമായി ചേർന്ന് ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം. അത്ഭുത രാത്രിയെ നീളത്തിരഞ്ഞങ്ങ് 30 നാളിനകത്തു വന്നിടണം. ഉൾപ്പല പത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങോ വരുന്നവൻ പ്രാണാധികം ദണ്ഡമാശു പൂജിക്കണം. ഏണാംഗശേഖരൻ തന്നാണേ നിർണയം 4 കൂട്ടത്തോട് മിഥം നിയോഗിച്ച കാലമേ പോയാലും നിർണയ ചെയ്തിനാൻ രാഘവൻ തന്നെ തൊഴിൽ തരിക. തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം. പഞ്ചപാണ്ഡവരിൽ ഇളയ സഹോദരനായ സഹദേവൻ ആരാധിച്ചിരുന്ന വിഗ്രഹമാണ് തൃക്കൊടിത്താനത്തെ മഹാവിഷ്ണു പ്രതിഷ്ഠ. സഹദേവന് മാത്രം ആരാധനയ്ക്ക് പറ്റിയ വിഗ്രഹം ലഭിക്കാതെ വന്നപ്പോൾ സഹദേവൻ അഗ്നിയിൽ ചാടി മരിക്കുവാൻ ഉറച്ചു. അപ്പോൾ ഒരുക്കപ്പെട്ട അഗ്നികുണ്ഡത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട വിഗ്രഹമാണ് തൃക്കൊടിത്താനത്തെ മഹാവിഷ്ണു വിഗ്രഹം. അത്ഭുത നാരായണൻ എന്ന പേരിലും ഭഗവാൻ അറിയപ്പെടുന്നു. ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ. 2 കൊടിമരമുള്ള ക്ഷേത്രമെന്ന നിലയിലും ഏറെ പ്രസക്തിയുണ്ട് ഈ ക്ഷേത്രത്തിന്. നരസിംഹമൂർത്തിക്ക് ഇവിടെ തുല്യ പ്രാധാന്യമുണ്ട്. 4 അമ്പലത്തിന് പുറത്ത് പ്രദക്ഷിണ വച്ച ശേഷമേ അകത്തേക്ക് പ്രവേശിക്കാവൂ. ആനക്കൊട്ടിൽ ആറാട്ടുമണ്ഡപം പഞ്ചതീർത്ഥക്കുളം ചേർന്നതാണ് ക്ഷേത്ര സമുച്ചയം. പ്രധാന വഴിപാടുകൾ അർച്ചന, ശർക്കര പായസം. पिया को मना मानत नाही रे, पिया को मना मानत नाही रे, पिया को मना
विनती करते मैं तो हार गई रे, विनती करते मैं तो हार गई रे, पिया गो मनानत नाहि रे। विनती करूं पैया परूं, विनती करूं पैया परूं, जाओ तो वारी 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 रे, विनती करते मैं तो हार गई रे, पिया गो मनानत नाहि रे, पिया को मना, पिया को मना, पिया को मना मानत नाहि रे। തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. പാണ്ഡവരിൽ മൂന്നാമത്തെ അംഗം അർജുനൻ ആരാധിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹമാണ് തിരുവാറന്മുള ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നിലയ്ക്കൽ നാരായണപുരത്ത് പ്രതിഷ്ഠിച്ചിരുന്ന തേവാര വിഗ്രഹം നിലനിന്ന ആ സ്ഥലം കാലാന്തരത്തിൽ വാസയോഗ്യമല്ലാതെയായി. അപ്പോൾ ഭഗവാൻ സ്വയം തന്റെ ക്ഷേത്ര നിർമ്മിതിക്കായി 6 മുളകൾ കൊണ്ട് തീർത്ത ചങ്ങാടത്തിൽ പമ്പാനദിയിലൂടെ ഒഴുക്കിക്കൊണ്ടുവന്നു ആറന്മുളയിൽ പ്രതിഷ്ഠിക്കുകയുമായിരുന്നു. താഴ്ന്ന പ്രദേശമായതിനാൽ ക്ഷേത്രത്തിൽ വെള്ളം കയറാതിരിക്കാൻ ഭൂതഗണങ്ങളെക്കൊണ്ട് മണ്ണിട്ടുയർത്തിയെന്നും ഐതിഹ്യം. പൂർവാഭിമുഖമാണ് ക്ഷേത്ര ദർശനം. 18 കരിങ്കൽ പടവുകൾ കയറി വേണം ക്ഷേത്രത്തിലെത്താൻ. മൂലവിഗ്രഹം 4 തൃക്കൈകളോടുകൂടി നിൽക്കുന്ന മഹാവിഷ്ണു വിഗ്രഹമാണിവിടെ. 6 അടിയോളം ഉയരമുള്ള വിഗ്രഹമാണിത്. മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വലം കൈയിൽ സുദർശന ചക്രവും ഇടം കൈയിൽ ശംഖുമാണ്. താഴെ ഇടത്ത് കൈയിൽ ഗദയും വലത് കൈയിൽ താമരപ്പൂവുമാണ്. പാർശ്വത്തിൽ മഹാലക്ഷ്മിയും ഭൂമിദേവിയും ഭഗവാനെ പരിസേവിക്കുന്നു. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ആറന്മുള പാർത്ഥസാരഥിക്ക് ഇഷ്ടപ്പെട്ട വഴിപാടാണ് അന്നദാനം. ആറന്മുളയൂട്ട്, തിരുവോണ സദ്യ, വള്ളസദ്യ എന്നിങ്ങനെ എല്ലാ ആഘോഷ ദിവസങ്ങളിലും വർഷം തോറും ക്ഷേത്രത്തിൽ അന്നദാന വഴിപാട് നടത്തിവരുന്നു. ചിങ്ങമാസത്തിൽ ഉത്രട്ടാതിക്കാണ് പാർത്ഥസാരഥിയുടെ പ്രതിഷ്ഠ ആറന്മുളയിൽ നടന്നത്. അർജുനന്റെ ജന്മദിനവും അന്നാണ്. ഉത്രട്ടാതി വള്ളംകളി ആറന്മുളയിൽ അന്നാണ് നടക്കുന്നത്. പ്രധാന വഴിപാടുകൾ: അർച്ചന, പാൽപായസം, കടുംപായസം. പള്ളിയോടങ്ങളും വള്ളസദ്യയും. ആറന്മുളയിലാകട്ടെ ചുണ്ടൻ വള്ളത്തിന്റെ മാതൃക പുനർനിർമ്മിക്കപ്പെട്ടത് മറ്റൊരു തരം യുദ്ധത്തിനായിരുന്നു. പാർത്ഥസാരഥിക്ക് ഓണസദ്യ ഒരുക്കാൻ വിഭവങ്ങളുമായി കാട്ടൂർ മഠത്തിൽ നിന്ന് തിരുവോണ തോണിയിൽ വരുന്ന മങ്ങാട്ട് ഭട്ടതിരിയെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ഇവിടെ ചുണ്ടൻ വള്ളം നിർമ്മിച്ചത്. മുണ്ടപ്പുഴ തച്ചന്മാരാണ് ഇന്ന് കാണുന്ന പള്ളിയോടങ്ങൾ നിർമ്മിച്ചത്. അത് നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ 52 എണ്ണമായി. കുട്ടനാട്ടിലെ ചുണ്ടൻ വള്ളങ്ങളെ അപേക്ഷിച്ച് പള്ളിയോടങ്ങൾക്ക് 5-6 കോൽ നീളം കുറവായിരിക്കും. കുട്ടനാട്ടിലെ വള്ളങ്ങളുടെ അമരം, അതായത് പിൻഭാഗം, കൂമ്പ്, അതായത് മുൻഭാഗം എന്നിവ വെള്ളത്തിനോട് ചേർന്ന് കിടക്കുമ്പോൾ പള്ളിയോടങ്ങളുടെ 1/2 ഭാഗം മാത്രമേ ജലത്തിൽ സ്പർശിക്കുകയുള്ളൂ. മുൻഭാഗവും അഥവാ അണിയം, പിൻവശവും അഥവാ അമരം യഥാക്രമം 6 മുതൽ 18 അടി വരെ ജലനിരപ്പിൽ നിന്ന് ഉയർന്നാണ് നിൽക്കുന്നത്. അതുപോലെ വള്ളത്തിന്റെ വീതി കുട്ടനാടൻ വള്ളങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. പള്ളിയോടത്തിലെ 64 തുഴച്ചിൽക്കാർ, 64 കലകളും കൂമ്പത്ത് ഉള്ള 8 തുഴക്കാർ, അഷ്ടദിക് പാലകന്മാരും
കന്നൽ കുമിളകൾ സൂര്യചന്ദ്രന്മാരായും അമരച്ചാർത്തിലെ 9 കുമിളകൾ നവഗ്രഹങ്ങളായും സങ്കല്പിക്കപ്പെടുന്നു. 4 അമരക്കാർ 4 വേദങ്ങളായാണ് സങ്കല്പിക്കുന്നത്. അമരം എന്ന വാക്കിന്റെ എല്ലാ അർത്ഥവും പ്രയോഗത്തിൽ കാണുന്ന ഒന്നാണ് പള്ളിയോടം. അമരക്കാർ നിയന്ത്രിക്കുന്നിടത്തേക്കാണ് പള്ളിയോടം സഞ്ചരിക്കുന്നത്. നദിയുടെ മധ്യത്തിൽ ചവിട്ടിത്തിരിക്കുവാൻ കഴിയുന്ന തരത്തിലാണ് നിർമ്മിതി. കേവലം തടിയിൽ നിർമ്മിച്ച ജലയാനം എന്നതിലുപരി പവിത്രമായ സങ്കല്പത്തിലാണ് പള്ളിയോടങ്ങളെ വിശ്വാസികൾ കാണുന്നത്. പാർത്ഥസാരഥിയുടെ ഭക്തിയിൽ നിർമ്മിക്കപ്പെട്ട ഓരോ വള്ളത്തിലും ഭഗവാൻ പള്ളികൊള്ളുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് കാഴ്ചയിൽ ചുണ്ടൻ വള്ളം പോലെയെങ്കിലും അവയെ പള്ളിയോടം എന്ന് വിളിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കുന്നോ അതേ നിഷ്ഠയോടെ പള്ളിയോടത്തിലും പ്രവേശിക്കണം എന്നതാണ് ആചാരം. അതുകൊണ്ട് തന്നെ ഭഗവത് സങ്കല്പത്തിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പൂജിച്ച മാല വെള്ളത്തിൽ ചാർത്തി അമരച്ചാർത്തും ബാണക്കുടിയും ഉയർത്തിയാൽ പിന്നെ വെള്ളമുണ്ടും തലയിൽ കെട്ടിയ തോർത്തും മാത്രമാണ് പള്ളിയോടത്തിൽ കയറുന്നവരുടെ വേഷം. സാധാരണ സാഹചര്യങ്ങളിൽ പള്ളിയോടം സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയോടപ്പുരയിലോ അമരച്ചാർത്തില്ലാതെ നദിയിൽ കെട്ടിയിട്ടിരിക്കുമ്പോഴോ പള്ളിയോടത്തിൽ ആരും ചെരുപ്പിട്ട് കയറാറില്ല. പള്ളിയോടങ്ങൾക്കായി നൽകുന്ന വിശേഷാൽ വഴിപാടാണ് വള്ളസദ്യ. പള്ളിയോടത്തിലെത്തുന്നതിൽ ആരോ ഒരാൾ ഭഗവാനാണെന്നാണ് സങ്കല്പം. അതിനാൽ പള്ളിയോടത്തിലെത്തുന്നവരെ പാർത്ഥസാരഥിയുടെ പ്രതിനിധികളായാണ് വിശ്വാസികൾ കരുതുന്നത്. വഞ്ചിപ്പാട്ടിലൂടെയും ശ്ലോകങ്ങളിലൂടെയും പാടി ചോദിക്കുന്നതെന്തും ഇലയിൽ വിളമ്പിയാണ് സൽക്കരിക്കുന്നത്. 64 വിഭവങ്ങൾ ഒരുക്കിയാണ് പള്ളിയോടത്തിലെത്തുന്നവരെ സൽക്കരിക്കുന്നത്.
ആറന്മുള സദ്യയിലെ എല്ലാ വിഭവങ്ങളും രുചിപ്പെരുമ തീർക്കുന്നവയാണ്. രുചിയുടെ പെരുമ കൊണ്ടും പങ്കെടുക്കുന്നവരുടെ പെരുമഴ കൊണ്ടും നിലകൊള്ളുന്ന ഭക്ഷണമാമാങ്കമാവാം ആറന്മുള വള്ളസദ്യ. ക്ഷേത്രക്കടവിലെത്തുന്ന പള്ളിയോടങ്ങളെ വഴിപാടുകാർ ദക്ഷിണ നൽകി അഷ്ടമംഗല്യത്തോടുകൂടി സ്വീകരിക്കും. തുഴകളുമായി ക്ഷേത്രത്തിന് വലം വെച്ച് കിഴക്കേ നടയിലേറ്റുന്നു. നിറപറകളും നിലവിളക്കുകളും കൊടിമരച്ചുവട്ടിൽ ഒരുക്കും. സദ്യ വിളമ്പുമ്പോൾ ആറന്മുളയപ്പൻ എഴുന്നള്ളി വരുമെന്നും ചോദിക്കുന്നതെന്തും വിളമ്പി നൽകുമെന്നുമാണ് വിശ്വാസം. ഉള്ളിയോ വെളുത്തുള്ളിയോ പരമ്പരാഗതമായി കറികളായി ആറന്മുള വള്ളസദ്യയിൽ ഉപയോഗിക്കാറില്ല. വള്ളസദ്യ വഴിപാട് നേരുന്നവർ ധാരാളമുണ്ട്. വഴിപാടായി നടത്തുന്നവർ വഴിപാട് സദ്യ അർപ്പിക്കാൻ തീരുമാനിച്ച കരയിലെ കരപ്രമാണിയെ ഔദ്യോഗികമായി സദ്യയ്ക്ക് ക്ഷണിക്കും. പ്രസ്തുത ദിവസം അലങ്കരിച്ച പള്ളിയോടത്തിൽ കരയിലെ പ്രമുഖർ പമ്പാനദീ മാർഗം മധുക്കടവിലെത്തും. വഴിപാട് നടത്തുന്നയാൾ വള്ളക്കര പ്രമാണിയെ വെറ്റിലയും അടക്കയും നാണയവും ചേർത്ത ദക്ഷിണ നൽകി സ്വീകരിച്ച് ആനയിക്കുന്നു. വള്ളപ്പാട്ട് പാടി ക്ഷേത്രത്തിന് വലം വെച്ച് തുഴക്കാർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലിരുന്നു സദ്യ കഴിച്ച സന്തോഷം അറിയിച്ച് മടങ്ങും. സാധാരണ വഴിപാട് അന്നദാനപ്രിയനായ ആറന്മുള പാർത്ഥസാരഥിയുടെ നടയിലെ പ്രധാന വഴിപാടാണ് വള്ളസദ്യ.